ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇന്നത്തെ എന്താ വരുന്നത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾ എന്താ ഗൈഡ് ചെയ്യുന്ന നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തേക്ക് അല്ലെങ്കിൽ മുന്നോട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് യൂണിവേഴ്സിന്റെ മെസ്സേജസ്. Okay, 10 of Wands, 9 of Wands. Oh, okay, King of Pentacles. Okay. കുറച്ച് പേർക്ക് ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു തടസ്സമായിട്ട് ആരോ നിൽക്കുന്നുണ്ട് എന്ന രീതിയിൽ. തടസ്സം എന്ന് പറയുമ്പോൾ നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതായത് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഫോളോ ചെയ്യാൻ സമ്മതിക്കാതെ, അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണമെന്നോ അങ്ങനെ കുറച്ച് നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യാൻ. അതിപ്പോൾ ബോസ് ആവാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും ആവാം, നിങ്ങളുടെ ബോസ് ആവാം, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആരെങ്കിലും ആയിരിക്കാം, ഈവൻ ഫ്രണ്ട്സ്, ചിലപ്പോൾ കാരണം ഇവിടെ ഒരു ഡെവിൾ എനർജി ആണ്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരോ തന്നെയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ബന്ധുക്കളാവാം. ഓക്കെ, റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കാം. നിങ്ങളെ ഒന്ന് ഡോമിനേറ്റ് ചെയ്യാൻ ആരോ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു കാര്യം. ഓക്കെ, കുറച്ച് പേർക്ക് ഡോമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒന്നും ചെയ്യാൻ വിടാതെ അവർ പറയുന്ന രീതിക്ക് നിങ്ങൾ നടക്കണം അല്ലെങ്കിൽ ചെയ്യണം, അങ്ങനെ കുറച്ച് നിങ്ങളെ ഒരു ഒന്ന് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ. അതിപ്പോൾ ഈവൻ ബോസ് ആണെങ്കിലും നിങ്ങളെ ഓഫീസിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കഴിവുകളെ അപ്രീഷിയേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു തരത്തിൽ എനിക്ക് ഫീൽ ചെയ്തു. ഒരു സിറ്റുവേഷൻ എൻ്റെ മനസ്സിൽ വന്ന് പറഞ്ഞാണ്. ഓക്കെ, ഇതിപ്പോൾ പലർക്കും പല കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് ഇവിടെ കാരണം നിങ്ങളിവിടെ ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ജനറലായിട്ട് ഞാൻ പറയാം, ഒരു വ്യക്തി ആവണമെന്നില്ല. ഓക്കെ, ചിലപ്പോൾ ഇത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മേലെ എടുത്തിടുന്ന ബേർഡൻസ് ആയിരിക്കാം. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ പലപ്പോഴും മറ്റുള്ളവരോട് നോ പറയാൻ പറ്റില്ല നമുക്ക്. ഓക്കെ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. സോ അങ്ങനെ നോ പറയാൻ പറ്റാതെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മേലെ തന്നെ കുറേ ഭാരങ്ങൾ എടുത്ത് കാണാം. അതായിരിക്കാം ഇവിടെ ഒരുപാട് സ്ട്രെസ്സായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഫാമിലിയുടെ പലരും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആ തരത്തിൽ നിങ്ങൾക്കൊരു ബേർഡൻ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. 9 of Wands കാണുന്നത് നിങ്ങൾ വല്ലാതെ ടയേർഡ് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഈ ഒരു ബേർഡൻ ക്യാരി ചെയ്ത് നിങ്ങൾ വല്ലാതെ ടയേർഡ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇനിയും മുന്നോട്ട് എങ്ങനെയാ പോവുക, എന്താ ചെയ്യേണ്ടത്, ഓക്കെ, നിങ്ങൾ എങ്ങനെയോ ഒരു പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. നിങ്ങൾ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മേ ബി നിങ്ങൾ ആ ചെയ്തതിനൊന്നും നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടുന്നില്ല എന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ചെയ്തതിൻ്റെയൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ചിലപ്പോൾ റിസൾട്ട് വരാതെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇനിയും എഫേർട്ട് ഇടണോ വേണ്ടേ. ഓക്കെ, കാരണം നിങ്ങൾക്കത് ഭാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഓക്കെ, ഡബിൾ എനർജി മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ നെഗറ്റിവിറ്റി, ഇത് നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളായിരിക്കാം. നിങ്ങളുടെ ചുറ്റും ചിലപ്പോൾ ആരെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവാം. സാഹചര്യത്തിന് ഞാൻ ഒരിക്കലും പറയില്ല, ചില വ്യക്തികളുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ നെഗറ്റീവായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ നിങ്ങളെ വല്ലാതെ പ്രഷർ ചെയ്യുക അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ഭാരമായിട്ട് മാറാൻ തുടങ്ങുന്നുണ്ട്. ഡെവിൾ എനർജി നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ നെഗറ്റീവ് ചിന്തകളും ആവാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് തോന്നും എന്ത് ചെയ്താലും ഞാൻ ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്ന രീതിയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഡെവിൾ എനർജി വല്ലാതെ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ചിന്തകൾ, നിങ്ങളുടെ പേടികൾ, അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരും. ഓക്കെ, ഒരു പുതിയ തുടക്കം വരാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഗ്രോത്ത് കാണുന്നുണ്ട്, അബണ്ടൻസ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കരിയറിലാണെങ്കിലും നിങ്ങൾ ആരെങ്കിലും ബോസ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ബോസ് ആവണമെന്നില്ല, ചിലപ്പോൾ കൊളീഗ്സ് ആരെങ്കിലും നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളെ വല്ലാതെ എപ്പോഴും താഴ്ത്താൻ ശ്രമിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ മേലെ അവരെ വർക്കൊക്കെ നിങ്ങളുടെ മേലെ ഇട്ടിട്ട് അവരെ ക്രെഡിറ്റ് കൊണ്ടുപോകുക, അങ്ങനത്തെ കാര്യങ്ങൾ വീട്ടിലെ ഫാമിലിയിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അങ്ങനെ വയ്ക്കാം. ഓക്കെ, നിങ്ങളുടേതായ ഒരു ഗ്രോത്ത് നിങ്ങൾക്കുണ്ട് ഇവിടെ. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു ഭാരം നിങ്ങൾ തന്നെ താഴെ ഇടണം. ഓക്കെ, ഇത് വേണമെങ്കിൽ നിങ്ങളെ എനർജി എടുക്കാം ഞാൻ. അതായത് നിങ്ങൾ ഇങ്ങനെ സ്ട്രോങ് ആവാൻ തുടങ്ങണം. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവാൻ തുടങ്ങണം എന്ന രീതിക്ക് ഒരു അഡ്വൈസ് ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ഈ എടുക്കുന്ന ഭാരങ്ങൾ, നിങ്ങളുടെ മേലെ ഫീൽ ചെയ്യുന്ന ഭാരങ്ങൾ, മനസ്സിലെ ഭാരങ്ങൾ, നിങ്ങളുടെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മളുടെ മനസ്സിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന ചില ഭാരങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ചില കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു
ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ എന്ത് പറയും, കുറ്റപ്പെടുത്തും, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഉള്ളിൽ ചില ചിന്തകൾ വരും. അങ്ങനെയും അതൊക്കെ നമുക്ക് ഭാരമായിട്ട് മാറും ഒരു പരിധി കഴിയുമ്പോൾ. ഓക്കെ, സോ അങ്ങനത്തെ ആ ഭാരം നിങ്ങളുടെ മേലെ ഒരുപാടുണ്ട്. അതിനെ ഇറക്കി വെക്കാൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം. നിങ്ങളുടെ പേടികൾ, നിങ്ങളുടെ മനസ്സിലെ കുറെ ചിന്താഗതികൾ നിങ്ങൾ മാറ്റാനുണ്ട് എന്നാണ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടോക്സിക് ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാം, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം. അതിൽ നിന്നും നിങ്ങൾ തന്നെ പുറത്തു വരണം. ഓക്കെ, നിങ്ങൾ അവിടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം, നിങ്ങൾ അവിടെ പ്രാക്ടിക്കലായിട്ടുള്ള ആക്ഷൻ എടുക്കണം. നിങ്ങൾ തന്നെ ഇന്ന് പുറത്തു വരാൻ ശ്രമിക്കണം. ഓക്കെ, അല്ലാതെ വേറെ ആർക്കും വന്ന് എപ്പോഴും ചെയ്തു തരാൻ സാധിക്കില്ല. കുറച്ചൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ആ ഭയങ്ങളെ നിങ്ങൾ മാറ്റിയെടുക്കണം. ഓക്കെ, കാരണം ഐ തിങ്ക് നിങ്ങൾ വളരെയധികം ഇമോഷണൽ വ്യക്തികളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് അങ്ങനെ സാധിക്കില്ല ചെയ്യാൻ. അതിൻ്റെയൊക്കെയാണ് അത് നമുക്ക് അവസാനം അത് ഭാരമായിട്ട് മാറും. ഓക്കെ, അത് എപ്പോഴെങ്കിലും നിങ്ങളത് താഴെ ഇട്ടേ പറ്റൂ എന്ന രീതിക്ക് വരും. അത് നിങ്ങളെ ഒരുപാട് തളർത്തിക്കളയും. സോ ഐ തിങ്ക് അത് നിങ്ങളെ ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. നിങ്ങൾ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഞാനിവിടെ ഇതൊരു സിറ്റുവേഷൻ്റെ ആണ് എനിക്ക് വന്നത്. ഇത് ജോലി സ്ഥലത്താവാം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ലൈക്ക് ഏർണിംഗ് മെമ്പർ ഓക്കെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ. കാരണം ഇത് വാച്ച് ചെയ്യുന്ന ലേഡീസും ആവാം ജെൻസും ആവാം. സോ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് സ്പെസിഫിക് ആയിട്ട്. ഓക്കെ, ഫുൾ കാർഡ് ഉണ്ട് നിങ്ങളോട് പറയുന്നത്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. യൂണിവേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു അവസരം. ഓക്കെ, മേ ബി റിസ്ക് എടുത്തിട്ടായാലും നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള അഡ്വൈസ്, നിങ്ങൾ ഈ സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് ആദ്യം നിങ്ങൾ ഇൻഫർമേഷൻസ് മനസ്സിലാക്കുക, പല കാര്യങ്ങളും നിങ്ങൾ ക്ലാരിറ്റി കൊണ്ടുവരാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ തുറന്ന് പറയേണ്ട അവസരം ഉണ്ടാവും. ഐ മീൻ പറയേണ്ട കാര്യങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ ചില കാര്യങ്ങൾ തുറന്ന് പറയണം, നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ക്ലാരിറ്റി വരണം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല. അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ സിറ്റുവേഷൻ സാഹചര്യം എങ്ങനെ ഞാൻ മാറ്റും എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങൾ തന്നെ ചില കാര്യങ്ങൾ അന്വേഷിക്കാം, മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ആക്ഷൻ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ചില എൻഡിങ്സിന്റെ സമയമാണിത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എൻഡിങ്സ് കൊണ്ടുവരേണ്ട സമയമാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഫേസ് അവസാനിക്കും. ഓക്കെ, ഐ തിങ്ക് ഇവിടെ ഒരു പോസ് ആണ് ഇപ്പം എനിക്ക് കാണുന്നത്. നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക് കാണുന്നത്. പക്ഷെ അത് മാറി വരും. ഓക്കെ, ഒരു ക്ലോഷർ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സമയം നിങ്ങളുടെ എൻഡ് ആ ഒരു പീരീഡ് നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആയിട്ട് വേറെ പുതിയ ബിഗിനിങ്ങിനുള്ള ഇവിടെ അവസരം കാണുന്നുണ്ട്. എനിക്ക് പേജ് ഓഫ് വൺസ് ഉണ്ട്. സോ ന്യൂ ബിഗിനിങ് എനിക്ക് കാണുന്നുണ്ട്. എന്തുകൊണ്ടോ എനിക്കൊരു അഡ്വൈസ് എനിക്കിവിടെ ഇതിൽ നിന്ന് എടുക്കാം. നിങ്ങളോട് എന്താ യൂണിവേഴ്സ് പറയുന്നത്? നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യാണ്. ഈ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കണം. ഓക്കെ, നിങ്ങളെ തടഞ്ഞു വെക്കുന്നത് എന്ത് തന്നെയായാലും അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കണം. ഷെയിം ആൻഡ് ഗിൽട്ട്, യെസ്. ഓക്കെ, ഡിവൈൻ ജഗ്ലിംഗ് ഒന്നുകൂടി മതി. എക്സ്പ്ലോർ ഫീലിങ്സ്, ഫേസ് ഇന്നർ ഡിമണ്ട്സ്. ഇതാണ് ഞാൻ ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് ഡാർക്ക്നെസ്, ദർ ഇസ് എ ലൈറ്റ് നിയർ ബൈ. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ പേടിച്ചിരിക്കരുത്. നിങ്ങളുടെ മനസ്സിലൊരു പേടി വെച്ച് നിങ്ങൾ ഇരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കില്ല. ഓക്കെ, യൂണിവേഴ്സ് പറയുന്ന ഒരു വെളിച്ചമുണ്ട്, ഡോണ്ട് വറി എന്നാണ് പറയുന്നത്. ഫേസ് യുവർ ഇന്നർ ഡിമൻസ്. ഇത് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡെവിൾ എനർജി നിങ്ങളുടെ ഉള്ളിലാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾക്ക് പോരാ, എനിക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ കഴിവില്ല, മറ്റുള്ളവർ അങ്ങനത്തെ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലായിരിക്കാം. ഓക്കെ, ഞാനിതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എങ്ങനെ റിയാക്ട് ചെയ്യും, ആ പേടി നിങ്ങളുടെ ഉള്ളിലാണ്. ഓക്കെ, അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു നോക്കിയാലേ അറിയുള്ളൂ. നിങ്ങൾ ആദ്യമേ തന്നെ പക്ഷെ അത് ആലോചിച്ച് തന്നെ ചിലപ്പോൾ നിങ്ങൾ പേടി നിങ്ങളുടെ ഉള്ളിൽ വരിക. സോ അതൊക്കെ മാറ്റിയെടുക്കണം, നിങ്ങൾ ഫേസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഷെയിം ആൻഡ് ഗിൽട്ട് പറയുന്നുണ്ട്. ഫീൽ ദം വിത്തൗട്ട് ജഡ്ജ്മെന്റ്, മിസ്റ്റേക്സ് ഡു നോട്ട് ഡിഫൈൻ യുവർ വർത്ത്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ഉള്ളിൽ കുറ്റബോധം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലൊരു നിങ്ങൾ എന്തെങ്കിലും ചെയ്ത കാര്യം, ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഗിൽട്ടായിട്ട് കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എനിക്കിഷ്ടമുള്ളത് ചെയ്താൽ അത് തെറ്റായി പോയാലോ, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാലോ എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിലാണ് കുറ്റബോധം വരുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സപ്പോസ് ചെയ്തു പോയി, മുമ്പ് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിൻ്റെ ഒരു കുറ്റബോധം നിങ്ങളുടെ ഉള്ളിൽ വെക്കാതിരിക്കാം. ഓക്കെ, ഒരു മാനക്കേട്, നാണക്കേട് അത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അതിനെ റിലീസ് ചെയ്ത് കളയൂ. കാരണം തെറ്റുകളുടെ മനുഷ്യരാണ്, നമുക്ക് തെറ്റ് പറ്റും. ഓക്കെ, അത് പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇനി ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതെന്ത് കാര്യമായാലും ശരി, അതിനെ നമ്മൾ ഇനി ചെയ്യരുത് എന്ന് നമ്മൾ തീരുമാനിക്കുക. ഓക്കെ, ശരിയാണ്, എനിക്ക് ഇന്നത് പറ്റിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു. ഓക്കെ, അത് ഞാനിനി
ഇനി ഒരിക്കലും ഞാനത് റിപ്പീറ്റ് ചെയ്യില്ല, അത് നിങ്ങൾക്കൊരു ലെസൺ ആണത്. ഓക്കെ, അങ്ങനെ എടുക്കുക. അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിനോട് മാപ്പ് പറയാം. ആരും അങ്ങനെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് യൂണിവേഴ്സിനോട് ഒരു മാപ്പ് പറയാൻ ശ്രമിക്കാം. നിങ്ങൾ അവനവന് മാപ്പ് കൊടുക്കാം. ഓക്കെ, നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് മാപ്പ് കൊടുക്കൂ. കാരണം തെറ്റുകൾ നമ്മൾ ചെയ്യാതെ നമ്മൾ ആരും ജനിച്ച ഉടനെ എന്താ പറയുക എഴുന്നേറ്റ് ഓടാൻ പഠിക്കുന്നില്ല അല്ലേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ പഠിക്കുന്നത്. സോ അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്കൊരു പാഠമായിട്ട് മാത്രം എടുക്കുക. അതിനെ ആ ഗിൽട്ടിന് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. എൻ്റെ ഭാഗത്ത് ഇങ്ങനെ പറ്റിപ്പോയി, അത് നിങ്ങൾക്ക് തുറന്ന് ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അവരോട് മാപ്പ് പറയാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാത്തവരെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് യൂണിവേഴ്സിനോട് പറയാം, ദൈവത്തിനോട് പറയാം, എന്നോട് ക്ഷമിക്കൂ എന്ന് പറയാം. നിങ്ങൾ അവനവനോട് മാപ്പ് അവനവനെ മാപ്പ് കൊടുക്കൂ നിങ്ങൾ. ആൻഡ് മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഞാൻ ചെയ്യുന്നത് പോരാ, എൻ്റെ വീട്ടുകാരെ ഞാൻ അങ്ങനെ ഡിസപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുറ്റബോധങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ. ഈ ടെനവോൺസും അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലെ ഭാരം. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ചെയ്ത തെറ്റായി പോവും, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഭാരങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന പോലെ ഉണ്ട്. അത് വിട്ട് കളയൂ. ഓക്കെ, ലെറ്റ് ഗോ ചെയ്യൂ. ഓക്കെ, നമുക്ക് എല്ലാം ചെയ്യാനൊന്നും സാധിക്കില്ല, എപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആവില്ല. നമ്മൾ പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്സ് അല്ല, നമ്മൾ മനുഷ്യന്മാരാണ്, തെറ്റുകൾ ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതിന് നിങ്ങൾ ഒരിക്കലും കുറ്റബോധം നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയാണ് അത്രത്തോളം ഉറപ്പുണ്ടെങ്കിൽ ഫോളോ ചെയ്യൂ അതിനെ. ഓക്കെ, മറ്റുള്ളവർ എന്തു പറയുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരെയും സന്തോഷിപ്പിച്ച് വെക്കാനൊന്നും എപ്പോഴും പറ്റില്ല. സോ ഇത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഞാൻ അതുകൊണ്ട് എല്ലാം പറയാൻ ശ്രമിക്കുകയാണ്. ആൻഡ് ഇവിടെ ഡിവൈൻ ജഗ്ലിംഗ് മാസ്റ്റർ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് യുവർ സെൽഫ് ബോത്ത് ലൈറ്റ് ആൻഡ് ഡാർക്ക്. നമ്മുടെയൊക്കെ ഉള്ളിൽ നമുക്ക് ലൈറ്റും ഉണ്ട്, നമ്മളുടെയൊക്കെ ഉള്ളിൽ ഡാർക്കും ഉണ്ട്. ഓക്കെ, അതിൽ ഏതിനെ നമ്മൾ ചില സമയത്ത് നമ്മുടെ ഡാർക്ക് സൈഡ് പുറത്തു വരും. ഓക്കെ, ദേഷ്യങ്ങൾ അല്ലെങ്കിൽ ഈഗോ അല്ലെങ്കിൽ അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മുടെ പുറത്തു വരും. ചില സമയത്ത് നമ്മൾ വളരെ നല്ലതായിട്ടിരിക്കും. ബട്ട് അതിൽ ആ ഡാർക്ക് സൈഡിനെ നമ്മൾ കൂടുതൽ വരാതെ ശ്രദ്ധിക്കാം. ഓക്കെ, അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ ദൈവത്തിനെ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡാർക്ക് സൈഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കും. നമ്മുടെ മിസ്റ്റേക്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കും. നമ്മുടെ മിസ്റ്റേക്സിനെ നമ്മൾ തിരുത്താൻ ശ്രമിക്കും. ഓക്കെ, അതാണ് വേണ്ടതും. ആൻഡ് ഇവിടെ എക്സ്പ്ലോർ ഫീലിങ്സ്, ഡെൽവ് ഇൻ ടു ഇൻസെക്യൂരിറ്റീസ് ആൻഡ് അൺറിസോൾവ് ഇമോഷൻ. ഇതൊക്കെ ആക്ച്വലി ഈ കാർഡ്സ് രണ്ടും എനിക്ക് ഡബിൾ കാർഡുമായിട്ട് കണക്റ്റഡ് ആണ് ഫീൽ ചെയ്യുന്ന. നിങ്ങളുടെ ഉള്ളിൽ ഓക്കെ കിടക്കുന്ന പല പേടികൾ, നിങ്ങളുടെ ഉള്ളിലെ കിടക്കുന്ന ചില കുറ്റബോധം അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഓക്കെ, ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഓക്കെ, അതും നിങ്ങൾ ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് ഇവിടെ എവിടെയോ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ചില കാര്യങ്ങളെയാണ് നിങ്ങൾ ആദ്യം റിസോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനുണ്ട്, ക്ലിയർ ചെയ്യാനുണ്ട്. ഓക്കെ, അതിന് വേണ്ടത് ചെയ്യാം. നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ അബണ്ടൻസ് ആണ് വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൽ തടസ്സം നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. ആൻഡ് അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് പുറമേയുള്ള കാര്യങ്ങളായിരിക്കാം, വേറെ ആരെങ്കിലും നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. അല്ലാത്തവർക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങളുടെ പേടികൾ. ഓക്കെ, അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത് അബണ്ടൻസ് എത്തണമെങ്കിൽ ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് സ്വയം ചേഞ്ച് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.